കേരള രാഷ്ട്രീയം വീണ്ടും വല്ലാത്ത രീതിയിൽ തിരിയുകയാണ്. നാളെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI വിട്ടുനിൽക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വിട്ടുനിന്നാലും മന്ത്രിസഭാ യോഗത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ ഒപ്പിട്ട ഒരു കരാറല്ല MOU ധാരണാപത്രം വീണ്ടും പിൻവലിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതെന്തെങ്കിലും ഒരു ന്യായം പറയേണ്ടി വരും. അപ്പൊ നാളത്തെ യോഗത്തിൽ CPI പങ്കെടുത്താലും ഇല്ലെങ്കിലും ഒരു സബ് കമ്മിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയെയും ചിലപ്പോൾ CPI-ക്കാരെ തന്നെ ഉൾപ്പെടുത്തും, ചിലപ്പോൾ CPI-ക്കാർ പങ്കെടുത്തില്ലെങ്കിൽ വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു സബ് കമ്മിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും അങ്ങനെ 1, 2, 3 മന്ത്രിമാരെ വെച്ചുകൊണ്ടുള്ള, ചിലപ്പോൾ സെക്രട്ടറിയൊക്കെ വെച്ചുകൊണ്ടുള്ള മന്ത്രിതല ഉപസമിതിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലത്തിലുള്ള ഒരു ഉപസമിതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നാളെ. അതുപോലെ 4-ാം തീയതിക്ക് LDF ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം ചേരുമ്പോഴും കേരള രാഷ്ട്രീയം വല്ലാതെ കൊണ്ട് തിരിഞ്ഞിരിക്കണം. നാളിതുവരെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ആരും ചോദ്യം ചെയ്യാത്ത, ആരാലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വലിയ മുടിചൂടാ മന്നനായി, ഇരട്ടച്ചങ്കനായി, കാരണഭൂതനായി നിന്ന മുഖ്യമന്ത്രിയുടെ കാലിടറുകയാണോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. കാരണം ഇന്നലത്തെ മുഖ്യമന്ത്രി വളരെ പതുങ്ങിയ, അല്ലെങ്കിൽ ഒതുങ്ങിയ, നനഞ്ഞ പടക്കം പോലെ വളരെ താഴേക്ക് പോയിട്ടുള്ള, ഏത് ലെവൽ വരെ വേണം CPI-യെ വിളിക്കുന്നു, അവർ അത് കഴിഞ്ഞ് 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടും വളരെ എന്ത് വേണോ CPI-ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു താഴോട്ട് പോക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നു, ഈ മുഖ്യമന്ത്രി ആയിരിക്കുമോ ഇനി 3-ാം ഭരണത്തിലേക്ക് ഇടതുമുന്നണിയെ നയിക്കുന്നത്? അതോ ശൈലജ ടീച്ചറെ മുൻനിർത്തി പുതിയൊരു പരീക്ഷണത്തിന് CPM തയ്യാറാകുമോ? പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് തന്നെ ആയിരിക്കണം ഒരു മുഖ്യമന്ത്രി. MP ജയരാജൻ ഇപ്പൊ കഴിയത്തില്ല. MP ജയരാജൻ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല. P ജയരാജനെ ആൾറെഡി താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. EP ജയരാജന്റെ കാര്യം പാർട്ടിയിൽ നടപടിയൊക്കെ എടുത്ത് EP ജയരാജൻ രാഷ്ട്രീയം തന്നെ മതിയാക്കി വെച്ച രീതിയിൽ പോയിരിക്കുന്നു. അപ്പൊ ജയരാജന്മാർക്ക് സാധ്യതയില്ല. പിന്നെ കണ്ണൂരിൽ നിന്നുള്ളത് KK രാഗേഷും ശൈലജ ടീച്ചറുമാണ്. അതിലേറ്റവും മുന്തിയതായി നിൽക്കുന്ന ശൈലജ ടീച്ചറിനെ വെച്ചുകൊണ്ട്, ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു, നന്നായി തിളങ്ങിയ ആരോഗ്യമന്ത്രിയാണ്, വനിതയാണ്, ഒരു സമചിത്തതയൊക്കെ ഉള്ള ഒരു സമാധാനമൊക്കെ ഉള്ള ഒരു വനിതയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം ഒന്നാമത്തത്. രണ്ടാമത്തെ ചോദ്യം, 4 മന്ത്രിമാരെയും പിൻവലിക്കാൻ CPI തയ്യാറാകുമോ? പ്രത്യേകിച്ച് CPI-യുടെ സ്റ്റേറ്റ് കൗൺസിൽ കൂടുകയാണ്. വളരെ വിശാലമായ ഒരു കമ്മിറ്റിയാണ്, അധികാരം ഒരുപാടുള്ളതാണ്, നയപരമായ എല്ലാ തീരുമാനവും എടുക്കുന്ന സ്റ്റേറ്റ് കൗൺസിലാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സ് CPI-യുടെ കൂടെയാണ്. പിന്നെ നമ്മുടെ സാംസ്കാരിക നായരായാലും, സാമൂഹ്യ പ്രവർത്തകരായാലും, ആക്ടിവിസ്റ്റുകളായാലും, കോൺഗ്രസിലെയും CPM-ലെയും CPI-ലെയും കേരളത്തോട്, സംഘപരിവാറിനോട് എതിർപ്പുള്ള എല്ലാവരുടെയും ഒരു പൊതു മനസ്സ് CPI നേടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി കൗൺസിലിനെ സ്വാധീനിക്കും. കൗൺസിലിൽ പോകുന്ന ഓരോ അംഗങ്ങളും വാശിയോടുകൂടിയായിരിക്കും പോകുന്നത്. അവർ ചെന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നും ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും രാജിവെക്കണം, നമ്മൾ ഇവിടെ വിടരുത്, നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വമാണ്, രാഷ്ട്രീയ ഐഡന്റിറ്റിയാണ്, വ്യക്തിത്വമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം കിട്ടിയാൽ പിന്നെ അതിൽ പിടിച്ചു തൂങ്ങുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. സ്വാഭാവികമായിട്ട് ആദർശത്തിന്റെ ഭാഗത്താണെങ്കിൽ വല്ലാതെ പിടിച്ചു തൂങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൽ, ഒരു നിലപാട് തറ പറയുന്ന രാഷ്ട്രീയത്തിൽ, ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഒരു നയമെടുക്കുന്ന രാഷ്ട്രീയത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കണം എന്ന് തന്നെ സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചാൽ, ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒപ്പിടൽക്കാരുമായി കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായും ഇവിടെ പിൻവലിക്കാൻ തന്നെ മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തു നിന്ന് മന്ത്രിസഭയിൽ അംഗമാകാതെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു നയം കൂടി CPI എടുത്താൽ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കേരളം പോകും. അങ്ങനെ വരാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ പിണറായി വിജയൻ സറണ്ടർ ചെയ്യണം, ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം. പിന്നോട്ട് പോകലും എളുപ്പമല്ല. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്നോട്ട് പോകാൻ കഴിയില്ല. കരാർ ക്യാൻസൽ ചെയ്യാനും ആവശ്യമായ വലിയ മാറ്റം വരുത്തുവാനും കേന്ദ്ര ഗവൺമെന്റിനെ കഴിയും. അതാണ് ധാരണാപത്രം, കരാറല്ല ധാരണാപത്രം. അതേസമയം ധാരണാപത്രത്തിൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിലബസ് ആണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ, കാവ്യവൽക്കരണമാണ് പ്രശ്നമെങ്കിൽ, കരിക്കുലമാണ് പ്രശ്നമെങ്കിൽ, CPI ആദ്യം വിശ്വാസത്തിൽ വരണം. CPI-യുടെ പ്രശ്നം എന്താണ്? കരിക്കുലവും കാവ്യവും ഒന്നുമല്ല, ഇതിന്റെ പ്രൊസീജിയറൽ ലാപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊസീജിയറൽ എറർ ഉണ്ട്. മന്ത്രി GR അനിലിനെയും രാജനെയും ചിഞ്ചുറാണിയെയും അതുപോലെ തന്നെ പ്രീപ്രസാദിനെയും നിഴലിൽ നിർത്തിക്കൊണ്ട്, സൂചമനയിൽ നിർത്തിക്കൊണ്ട്, അവരോടൊന്നും പറയാതെ 2 ക്യാബിനറ്റിൽ വന്ന വിഷയത്തെ, ക്യാബിനറ്റ് ഡെഫർ ചെയ്ത വിഷയത്തെ വീണ്ടും ക്യാബിനറ്റിൽ കൊണ്ടുവയ്ക്കാതെ വച്ചു എന്നുള്ള സാങ്കേതികത്വത്തിലാണ് ബിനോയ് വിശ്വം പിടിച്ചു നിൽക്കുന്നതെങ്കിൽ CPM വല്ലാതെ വിയർക്കും. വേറെ ന്യായമില്ല.
അതേസമയം അതവിടെ നിൽക്കട്ടെ, അത് വന്നുപോയി സോറി എന്ന് പറഞ്ഞ് സുല്ലിട്ട് അത് മുഖ്യമന്ത്രി ഒന്ന് സുല്ലിട്ട് കഴിഞ്ഞാൽ അത് തീരുമെങ്കിൽ പിന്നെയാണ് അടുത്തത് നയത്തിൽ ഒരു പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റിന് കത്തെഴുതുകയാണെന്ന് വെച്ചോളൂ, എന്താണ് ഞങ്ങൾ കാവ്യവൽക്കരണത്തെ പോലുള്ള സിലബസ് ഞങ്ങൾ പഠിപ്പിക്കില്ല, സിലബസ് ഞങ്ങൾ പഠിപ്പിക്കാനുള്ള സിലബസ് ആണ്, ഞങ്ങൾക്കുള്ളതാണ് സിലബസ് എന്നൊക്കെ പറഞ്ഞ് സിലബസിൽ പരിഷ്കാരത്തിന് കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദപ്പെടുത്തരുതേ എന്ന് വേണമെങ്കിൽ ഒരു കത്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ കത്ത് കൊടുത്താലും കേന്ദ്രം അത് അനുവദിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന കൺസെപ്റ്റിലും NCERT വഴിയും SCERT വഴിയുമൊക്കെ വലിയ തോതിലാണ് രാജ്യത്തെ ദേശീയ ഗവൺമെന്റ്, നാഷണൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ പുറത്ത് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. NCERTയുടെ പാറ്റേൺ പിടിച്ചല്ലേ SCERTക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതൊക്കെ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ. UGCയുടെ പാറ്റേൺ പിടിച്ചല്ലേ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ രാജ്യത്ത് ഒരു കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ പോലും രാജ്യത്തുണ്ടാക്കുന്ന നിയമത്തിൽ നിന്ന് ഞങ്ങൾ വല്ലാതെ മാറിപ്പോകുന്നു എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ട് പോയാലും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് CPIക്ക് കർശനമായ ഒരു നിലപാടിലൂടെ മാത്രമേ അവർ ഇന്നെടുത്തിരിക്കുന്ന ഈ തത്വത്തെ, ഈ നിലപാടിനെ, അല്ലെങ്കിൽ ഇന്നെടുത്തിരിക്കുന്ന നയത്തെ അവർക്ക് ബലപ്പെടുത്തണമെങ്കിൽ കൂടുതൽ കർശനമായ നിയമങ്ങളിലേക്കും കർശനമായ തീരുമാനങ്ങളിലേക്കും പോകണം. അതാണ് നാളത്തെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക, പിന്നെ വരുന്ന മന്ത്രിമാരെ പിൻവലിക്കുക, ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ CPIക്ക് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ നിലനിർത്താൻ കഴിയുള്ളൂ. പുട്ടിന് തേങ്ങ ഇടും പോലെ പീര ഇടും പോലെ മാധ്യമങ്ങൾ ഇതിങ്ങനെ ചൂടാക്കി വെക്കുന്നുണ്ട്. CPI കൊള്ളാം, CPI നല്ല പാർട്ടിയാണ്, വ്യക്തിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ നന്നായി അവരെ ഷൂട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിൽ CPIക്ക് പുറത്തൊരു സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ആ സമ്മർദ്ദം സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളുടെ പുറത്ത് സമ്മർദ്ദമായി വരും. അങ്ങനെ സമ്മർദ്ദമായി വന്നാൽ ഒരാശയത്തിന് വേണ്ടിയിട്ട്, ഒരു ആദർശത്തിന് വേണ്ടി ഒരു അധികാരമില്ലാതെ ഞങ്ങളിതാ ബലി കൊടുത്തവരാണ്, രക്തസാക്ഷികളായവരാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷിത്വ പരിവേഷത്തിലേക്ക് CPIക്ക് വരുവാനും, അത് ഭാവി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളാണ് ഇന്ത്യയിലെ യഥാർത്ഥ ഇടതുപക്ഷമെന്ന് പറയാൻ, ഞങ്ങളേ ഉള്ളൂ ഇടതുപക്ഷമെന്ന് പറയാൻ, CPM ഒക്കെ വലതുപക്ഷത്തേക്ക് തീവ്ര വലതുപക്ഷത്തേക്ക് പോയെന്നും ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നും ഇന്ത്യയിൽ നിന്ന് നെഞ്ചുവോടുകൂടി തല ഉയർത്തി ഹൃദയപൂർവ്വം പറയാൻ കഴിയണം ഞങ്ങൾക്കെന്നൊക്കെ ഉള്ള അലങ്കാര ഭാഷയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് CPI. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും CPI അതിൽ കടിച്ചു തൂങ്ങും, പിടിച്ചിരിക്കും. അങ്ങനെ പിടിച്ചാൽ അത് CPM-നും ഇടതുമുന്നണിക്കും വലിയ പരിക്കായിരിക്കും പറ്റുക. അല്ലെങ്കിൽ CPI പഴയതുപോലെ പല വിഷയങ്ങളും ചെയ്തതുപോലെ സറണ്ടർ ചെയ്യണം. അതിനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ കുറവാണ്. കാരണം ബിനോയ് വിശ്വത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയും കൂടെ ആയി മാറിയിട്ടുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ തോതിലായിരിക്കും CPI ഇതിനെ പ്രതിരോധിക്കുന്നത്. അങ്ങനെ ആദ്യം ചിലപ്പോൾ നാളെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ആദ്യമായി നമ്മൾ മാത്രമാണ് സൂചിപ്പിച്ചത്, മന്ത്രിമാർ രാജിവെക്കാനുള്ള സന്നദ്ധതകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറാണെന്നുള്ള സന്ദേശം കൂടി കൊടുത്തുകൊണ്ട് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലിയ സമ്മർദ്ദം കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നൊരു സമ്മർദ്ദ രാഷ്ട്രീയം CPI പയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിമാരൊക്കെ ബൈറ്റൊക്കെ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ബൈറ്റ് കൊടുക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ രാജിവെച്ചിരിക്കും, ആ രാജി എന്ന് പലവട്ടം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് CPM-ന്റെ പുറത്ത് കൊടുക്കുന്ന ഒരു സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം ഇന്നത്തെ നിലയിൽ മുഖ്യമന്ത്രി വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു തുടർ ഭരണം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ കിട്ടിയില്ല എങ്കിൽ അത് ശൈലജ ടീച്ചറിനെ വെച്ചുകൊണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ടോ ഏത് തരത്തിലായാലും ഒരു ഭരണം കൂടി പിടിച്ചെടുത്തതിന് ശേഷം പിണറായി വിജയൻ മാറിയില്ലെങ്കിൽ പിണറായി വിജയന് കിട്ടുന്ന ഒരു പേര്, ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് നഷ്ടപ്പെടില്ലേ എന്നൊരു ഭയം പിണറായി വിജയനും ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്രതിസന്ധിയിലാണ്, LDF വലിയ പ്രതിസന്ധിയിലാണ് ചെന്ന് നിൽക്കുന്നത്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ CPI പിന്മാറുമോ, പിന്മാറാതിരുന്നാൽ CPI എന്തുത്തരം അണികളോട് പറയും? ഒരു കത്ത് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യങ്ങൾ പറയാൻ പറ്റും? പൊതുസമൂഹത്തോട് എന്തുത്തരം പറയും? ഒരു കത്ത് കേവലം അങ്ങോട്ട് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് വലിയ യുദ്ധം ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്മാറിയില്ലെന്നും കുഴപ്പമില്ല എന്ന് പറയാൻ CPIക്ക് കഴിയില്ല. അപ്പൊ CPIയുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമുണ്ട്. അതേസമയം ഒപ്പിട്ട് പോയ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPM-നും കഴിയുകയില്ല. ഈ ഗ്യാപ്പ് നോക്കി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ പണമൊക്കെ കൊടുക്കും, പല ഗഡുക്കളും ഒന്നിച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. CPI മന്ത്രിമാർ രാജിവെച്ചതിന് ശേഷം പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ CPM അത് അംഗീകരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുമോ? അവർ അത് അംഗീകരിച്ചാലും അണികൾ അംഗീകരിക്കുമോ? അണികൾ പരസ്പരം പാരവയ്ക്കുമോ? ഈ ഗ്യാപ്പ് കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശബരിമല അയ്യപ്പനിൽ തുടങ്ങി, അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ തുടങ്ങിയതാണ് ഈ കുഴപ്പം.
അയ്യപ്പ സംഘമൊക്കെ അങ്ങ് പോയി, വിശ്വാസ സംഘമൊക്കെ പോയി, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അകത്തായതോടുകൂടി അത് വേറൊരു വഴിക്ക് പോയപ്പോൾ ഒരു കിറാമുട്ടി PM ശ്രീയുടെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അങ്ങനെ എല്ലാവരെയും നോക്കി പല്ലുളിക്കുകയാണ്.